സിസ്റ്റർ. യെസ്. ഈ മാധവൻ എന്ന് പറയുന്ന ആള് ഈ വാർഡിലല്ലേ? അതെ, ദേ കിടക്കുന്നു. താങ്ക് യു. മാധവനങ്ങളല്ലേ? മനസ്സിലായില്ല, ആരാ? എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, താലൂക്ക് ആശുപത്രിയിലാണോ അതോ ജനറൽ ആശുപത്രിയിലാണോ? അല്ല, ആരാന്ന് മനസ്സിലായില്ല. ഞാൻ ഷൈജൻ, നന്ദന്റെ കൂട്ടുകാരനാ. ഞാനിവിടെ കുറച്ച് അടുത്താ താമസം, 8-ാം മൈലില്. കുറെ കാലമായി നന്ദനെ വിളിച്ചിട്ട്. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇന്ന് വിളിച്ചപ്പോഴാ അറിഞ്ഞ് നന്ദന്റെ അമ്മാവൻ ഇവിടെ ആണെന്നൊക്കെ. കഥകളൊക്കെ അവൻ പറഞ്ഞു. പാവൻ നന്ദൻ, നല്ല വിഷമമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ വിട്ടേരെ, ഞാൻ നോക്കിക്കോളാന്ന്. അങ്കിളിന് ഇപ്പൊ എങ്ങനെയുണ്ട്? മറ്റസുഖമൊക്കെ മാറി വരുന്നുണ്ട് മോനെ. പിന്നെ ദേവികയെ പറ്റിയുള്ള ടെൻഷനാവുമല്ലേ? അതെ, മോളെ കാണാത്ത പോച്ചില്, അതാ ഇപ്പോഴത്തെ അസുഖം. പാവം, നന്ദനും ദേവിയെ കാണാതെ വിഷമിച്ചിരിക്കുക. ദേവിക നന്ദനുമായുള്ള അടുപ്പമൊക്കെ തുടക്കം മുതലേ എനിക്കറിയാം. ഒരേ ക്ലാസ്സിലായിരുന്നോ നന്ദേട്ടനും ചേട്ടനും? അല്ലല്ല, ഒരേ ബാച്ചിലായിരുന്നു. ദേവികയും നന്ദനും ഒരു ക്ലാസ്സിലായിരുന്നു. അതെ. ദേവിക ഇപ്പൊ ഇവിടെ ആയിരിക്കുമെന്ന് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? നന്ദൻ ചില ഊഹങ്ങൾ പോലെ പറഞ്ഞു. നന്ദമോനെ അറിയാന്ന് പറഞ്ഞോ മോളെ എവിടെയാന്ന്? അങ്ങനെയല്ല, ചില ഊഹങ്ങൾ പോലെ, അത്രേ ഉള്ളൂ. പേടിക്കണ്ട, ദേവികയെ പുതിയ അന്വേഷണ സംഘം കണ്ടെത്തും. യഥാർത്ഥ പ്രതി എവിടെ ഒളിച്ചാലും പൊക്കി വെളിയിൽ കൊണ്ടുവരും, അകത്താക്കുകയും ചെയ്യും. ദേവി മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെ. അത് പിന്നെ എനിക്കറിയില്ലേ? പഞ്ചപാവമായ ദേവികയെന്ന് എനിക്കാരും പറഞ്ഞു തരണ്ട. അങ്കിളിന് അന്നത്തെ സംഭവം ഒന്നും ഓർമ്മയില്ലല്ലേ? അല്ല, നന്ദൻ അങ്ങനെ പറഞ്ഞ്. കാർ പാർക്കിങ്ങിന്റെ ഭാഗത്ത് വിട്ട് നടക്കുമായിരുന്നു. ആരോ പിന്നിലൂടെ വന്ന് എൻ്റെ മുഖം അമർത്തിപ്പിടിച്ചു. പിന്നെ ഒന്നും ഓർമ്മയില്ല. ഓർമ്മ വന്നപ്പോ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു അല്ലേ? നന്ദൻ അങ്ങനെ പറഞ്ഞായിരുന്നു. അതെ. നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മോളെ ഒന്ന് കണ്ടുപിടിച്ചു തരണം. പാവം എൻ്റെ മോള്. ആ പ്രഭാവതി കുറെ ദ്രോഹിച്ചു. ജീവിതം ഒന്ന് സന്തോഷിച്ച് തുടങ്ങേണ്ട സമയമായപ്പോ ഇതെങ്ങനെയായി? ആ വീട്ടിൽ ദേവിക നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചെന്ന് നന്ദൻ പറഞ്ഞായിരുന്നു. നല്ല ബുദ്ധിമുട്ടോ? മരിച്ചവരെ കുറിച്ച് പറഞ്ഞുകൂടാ, എന്നാലും ഞാൻ പറയാ, ആ മീരയും പ്രഭാവതിയും കൂടി എന്റെ മോളെ കൊന്നുകളയോന്ന് പേടിച്ചാ ഞങ്ങൾ ജീവിച്ചത്. സത്യം പറയാലോ ചേട്ടാ, മീര ഒന്നും ഇല്ലാതായെങ്കിലെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് സഹിച്ചിട്ടുണ്ടല്ലേ ദേവിക? അല്ല, ഞാൻ ഉള്ള കാര്യം പറയാം. ഇനി ദേവികയാണ് മീരയെ കൊന്നതെങ്കിലും ഞാൻ കുറ്റം പറയില്ല. ആരായാലും ചെയ്തു പോവും. എന്റെ മോൾ ഒരിക്കലും അത് ചെയ്യില്ല. അതെനിക്കറിയാലോ. ഞാൻ പറഞ്ഞത് ഇനി അങ്ങനെ ചെയ്താലും തെറ്റു പറയാൻ പറ്റില്ലെന്നാ. ദേവികയെ മീര വല്ലാണ്ട് പീഡിപ്പിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട് ചേട്ടാ, ഞാനൊരിക്കൽ മീരയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. മീര ആശുപത്രിയിൽ കിടക്കുമ്പോ. തുറന്നു പറയാം, എന്റെ ചേച്ചിയെ വിഷമിപ്പിച്ച കൊന്നുകളയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോളുടെ പേര് ശാരിക എന്നല്ലേ? അതെ ഏട്ടാ. ദേ, ഇതൊന്നും ഈ സമയത്ത് ആരോടും പറയണ്ട കേട്ടോ. ചുമ്മാ ഓരോ കഥകളുണ്ടാക്കും അല്ലേ ആൻറ്റി?
ഇനി എന്ത് കഥയുണ്ടാക്കിയാലെന്താ? ഞങ്ങളുടെ മോള് അവൾ എവിടെയാന്നറിയാൻ വല്ല വഴിയുണ്ടോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.